ചെയ്യുന്ന എല്ലാ നല്ല പ്രവൃത്തികൾക്കും ശുശ്രൂഷ അനുഭവങ്ങൾക്കും ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചൊല്ലട്ടെ നാഥ. ഇന്ന് രാത്രി ഞങ്ങൾ സമയം പ്രാർത്ഥനയോടെ ഏകാഗ്രതയോടെ ഭയഭക്തിയോടെ ഇവിടുത്തെ പാതപ്പെടുത്തിരുന്നുകൊണ്ട് ഇവിടുത്തെ വചനം കേൾക്കുവാനും പഠിക്കുവാനും ഗ്രഹിക്കുവാനും കർത്താവെ ജീവിപ്പാനൊക്കെ ഞങ്ങളുടെ ശുശ്രൂഷ മേഖലകളൊക്കെയും സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വം അർപ്പിക്കുന്നു. കടന്നു വരുവാനുള്ള ജീവൻ എല്ലാവരെയും വേഗത്തിൽ കർത്താവെ കൂട്ടിവരുത്തേണ്ടതിനായി സ്തോത്രം. മഹത്വം അങ്ങേക്ക് അർപ്പിക്കട്ടെ. പ്രാർത്ഥന ഘട്ടത്തിനായി സ്തോത്രം. സകല ഞങ്ങൾക്ക് ആ ജീവനെ വെടിഞ്ഞേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ദൈവം കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. നമുക്കൊരു പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. കൊടുങ്കാറ്റടിച്ച് അല ഉയരും വൻസാഗരത്തിൻ അലകളിൽ മേലെന്നുള്ള ഗാനം നമുക്ക് പാടി ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. കൊടുങ്കാറ്റടിച്ചു അല ഉയരും വൻസാഗരത്തിൻ അലകളിന്മേൽ, കൊടുങ്കാറ്റടിച്ചു അല ഉയരും വൻസാഗരത്തിൻ അലകളിന്മേൽ, വരും ജീവിതത്തിൻ പടകിലവൻ തരും ശാന്തി തന്റെ വചനങ്ങളാ. വരും ജീവിതത്തിൻ പടകിലവൻ തരും ശാന്തി തന്റെ വചനങ്ങളാ. ആ ഇമ്പം 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 ഇനി എന്നും ഇമ്പമേ എൻ ജീവിതത്തിൻ നൗകയിൽ തൻ വന്ന നാൾ മുതൽ. ആ ഇമ്പം 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 ഇനി എന്നും ഇമ്പമേ എൻ ജീവിതത്തിൻ നൗകയിൽ തൻ വന്ന നാൾ മുതൽ. പോകൂ നിങ്ങൾ മറുകരയിൽ എന്ന് മോദമായി അരുളിയവൻ, പോകൂ നിങ്ങൾ മറുകരയിൽ എന്ന് മോദമായി അരുളിയവൻ, മറന്നിടുമോ തൻ ശിഷ്യഗണത്തെ സ്വന്ത ജനനിയും മറന്നിടും. മറന്നിടുമോ തൻ ശിഷ്യഗണത്തെ സ്വന്ത ജനനിയും മറന്നിടും. ആ ഇമ്പം 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 ഇനി എന്നും ഇമ്പമേ എൻ ജീവിതത്തിൻ നൗകയിൽ തൻ വന്ന നാൾ മുതൽ. ആ ഇമ്പം 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 ഇനി എന്നും ഇമ്പമേ എൻ ജീവിതത്തിൻ നൗകയിൽ തൻ വന്ന നാൾ മുതൽ. വെറും വാക്കുകൊണ്ട് സകലത്തെയും നാറും ശോഭയകി മെനഞ്ഞവൻ താ. വെറും വാക്കുകൊണ്ട് സകലത്തെയും നാറും ശോഭയകി മെനഞ്ഞവൻ താ. ചൂടു ചോര ചോരിഞ്ഞല്ലോ രക്ഷിച്ചു, തിരുദേഹമായി നമ്മെ സൃഷ്ടിച്ചു. ചൂടു ചോര ചോരിഞ്ഞല്ലോ രക്ഷിച്ചു, തിരുദേഹമായി നമ്മെ സൃഷ്ടിച്ചു. ആ ഇമ്പം 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 ഇനി എന്നും ഇമ്പമേ എൻ ജീവിതത്തിൻ നൗകയിൽ തൻ വന്ന നാൾ മുതൽ. ആ ഇമ്പം 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 ഇനി എന്നും ഇമ്പമേ എൻ ജീവിതത്തിൻ നൗകയിൽ തൻ വന്ന നാൾ മുതൽ. വരും വേഗമെന്ന് അരുളിയവൻ, വരും വേഗമതിൽ അടുത്തൊരു നാൾ. വരും വേഗമെന്ന് അരുളിയവൻ, വരും വേഗമതിൽ അടുത്തൊരു നാൾ. തരു ശോഭയേറും കിരീടങ്ങളെ തിരുസേവ നന്ന തികച്ചവർക്കാ. തരും ശോഭയേറും കിരീടങ്ങളെ തരും സേവ എന്ന തികച്ചവർക്കാ. ആ ഇമ്പം 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 ഇനി എന്നും ഇമ്പമേ എൻ ജീവിതത്തിൻ നൗകയിൽ തൻ വന്ന നാൾ മുതൽ. ആ ഇമ്പം 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 ഇനി എന്നും ഇമ്പമേ എൻ ജീവിതത്തിൻ നൗകയിൽ തൻ വന്ന നാൾ മുതൽ. കൊടുങ്കാറ്റടിച്ചു അല ഉയരും വൻസാഗരത്തിൻ അലകളിന്മേൽ, കൊടുങ്കാറ്റടിച്ചു അല ഉയരും വൻസാഗരത്തിൻ അലകളിന്മേൽ, വരും ജീവിതത്തിൻ പടകിലവൻ തരും ശാന്തി തന്റെ വചനങ്ങളാ. വരും ജീവിതത്തിൻ പടകിലവൻ തരും ശാന്തി തന്റെ വചനങ്ങളാ. ആ ഇമ്പം ഇമ്പം ഇമ്പം
ഇനി എന്നും ഇമ്പമേ എൻ ജീവിതത്തിൻ നൗകയിൽ തൻ വന്ന നാൾ മുതൽ ഇമ്പം 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 ഇനി എന്നും ഇമ്പമേ എൻ ജീവിതത്തിൻ നൗകയിൽ തൻ വന്ന നാൾ മുതൽ ഇമ്പം 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 ഇനി എന്നും ഇമ്പമേ എൻ ജീവിതത്തിൻ നൗകയിൽ തൻ വന്ന നാൾ മുതൽ. നമുക്ക് വീണ്ടും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നടക്കുന്ന ബൈബിൾ ക്ലാസിന്റെ അനുഗ്രഹത്തിനായി രാത്രിയിൽ നമ്മളോട് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് സംസാരിക്കുന്ന, നമ്മളെ ദൈവവചനം പഠിപ്പിക്കുന്ന അധ്യാപകൻ പ്രിയ തോമസ് സാറിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ. കഴിഞ്ഞ നാളുകളിലൊക്കെയും ദൈവദാസന്റെ ക്ലാസ്സുകൾ നമുക്കെല്ലാം അനുഗ്രഹമായിരുന്നു. ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിനും ദൈവവചനം പഠിപ്പിക്കാൻ പ്രിയ ദൈവത്തിലെ കർത്താവ് സഹായിക്കുകയും ചെയ്യേണ്ടതിനാൽ നമുക്ക് പ്രാർത്ഥിക്കുകയും മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കുന്ന അല്പസമയങ്ങൾ നമ്മൾ ഒരുമിച്ച് വളരെ പ്രാർത്ഥനയോടെ, ഏകാഗ്രതയോടെ, ഭയഭക്തിയോടെ ദൈവം വിധിക്കുമ്പോൾ ദൈവം നമ്മോട് ദൈവത്തിലും കൂടെ സംസാരിക്കുകയും നമ്മളോട് ഇടപെടുകയും ചെയ്യേണ്ടതിനാൽ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ഇനി ജോയിൻ ചെയ്യുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം എത്രയും പെട്ടെന്ന് അവരെ ജോയിൻ ചെയ്യുവാൻ സഹായിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. മീറ്റിംഗ് അനുഗ്രഹമായി തീരേണ്ടതിന് നമ്മളെല്ലാവരും സ്തോത്രത്തെ ജാഗരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രിയ സനജ് പാസ്റ്റർ പ്രാർത്ഥനയിൽ നമ്മളെ സഹായിക്കും. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, നല്ല രാത്രി വേളയ്ക്കായി തന്നെ ദൈവത്തെ സ്തുതിക്കുന്നു. തിരുവചന പഠനവുമായി ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിന് ഉയർത്തുവാൻ ഒരു രാത്രി കൂടെ ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞു പോയ ദിനങ്ങളെല്ലാം അവിടുത്തെ വിരിക്കപ്പെട്ട ചിറകിന്റെ മറവിൽ ഞങ്ങളെ കർത്താവ് സൂക്ഷിച്ച ദൈവത്തിന്റെ വലിയ കരുതലിനായി, സൂക്ഷിപ്പിനായി നന്ദിയോടെ ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് രാത്രിയിൽ കേൾക്കുന്ന വചനം ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി തീരണം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയ ചെടിയുന്ന വികാസനെയും സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വിശ്വാസം ഒരിക്കലും കർത്താവിന്റെ ക്രിസ്തുല്യമായ നാമത്തിൽ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധം ഒരുമിച്ച് പ്രകാരം മീഡിയയിൽ ഈ പ്ലാറ്റ്ഫോമിൽ ദൈവസ്ഥലത്തിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ച വിധങ്ങൾക്കായി സ്തോത്രം നടന്നു. മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന്റെ മഹത്വം കരുതുന്നു. വിശേഷ ഇന്ന് രാത്രിയിൽ നമുക്ക് ക്ലാസ്സുകൾ എടുക്കുന്ന പ്രിയ ദൈവദാസൻ തോമസ് സാറിനെ ഓർത്ത് ദൈവത്തിന്റെ മഹത്വം കരുതുന്നു. പ്രിയ രാജൻ പാസ്റ്റർ കുടുംബമായി ഓർക്കുന്നു. പ്രിയ രാകേഷ് പാസ്റ്റർ, അതുപോലെ തന്നെ പ്രിയ സിജോ എന്ന് പറയുന്ന സഹോദരൻ, അതുപോലെ തന്നെ പ്രിയ സനജ് പാസ്റ്റർ, എല്ലാവർക്കുമായി സ്തോത്രം. എല്ലാവരെയും ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഞാൻ വന്ദനം ചൊല്ലുന്നു. ഇന്ന് രാത്രിയിൽ വളരെ ആഗ്രഹത്തോട് പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ ദൈവത്തിലായിരിക്കുമ്പോൾ കർത്താവ് നമ്മളോട് ഇന്ന് രാത്രിയിൽ വചനത്തെ കൂടെ സംസാരിക്കേണ്ടപ്പെടുകയും ചെയ്യേണ്ടതിന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിലായിരിക്കും. വളരെ ആഗ്രഹത്തോടെ തുടർന്നുള്ള സമയങ്ങൾ ക്ലാസ്സുകൾ എടുക്കേണ്ടതിനായി പ്രിയ തോമസ് സാറിന് ദൈവസ്ഥനിൽ ക്ഷണിക്കുന്നു. ദൈവം നമ്മളൊരു വിഷയം അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ ധന്യനാമം വാഴ്ത്തപ്പെടട്ടെ. ദൈവസന്നിധിയിൽ ഒരു വേള കൂടെ നമുക്ക് ഒരുമിച്ച് ദൈവവചന പഠനത്തിനായിട്ട് കൂടി വരുവാൻ കർത്താവ് ഒരുക്കിയ നല്ല സാവകാശത്തെ ഓർത്ത് വീണ്ടും കർത്താവിനെ വാഴ്ത്തും. ദൈവമായ കർത്താവ് കർത്തൃദാസന്മാരായ നമ്മെ ഓരോരുത്തരെയും വിവിധ ഇടങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ പരിപാലിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. പരസ്പരം ഓർക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ഈ പഠനത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് നമുക്ക് നൽകുന്ന നല്ല അവസരങ്ങൾക്കായിട്ടും കർത്താവിനെ വാഴ്ത്തും. ഇന്ന് രാത്രി മറഞ്ഞിരിക്കുന്നവർക്ക് മറ നീക്കി പുറത്തു വരാൻ കഴിയുന്നവരെന്നും മറ നീക്കി പുറത്തു വരാനായിട്ട് പ്രത്യേകം ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നിങ്ങളുടെ സാഹചര്യം അനുവദനീയമാണെങ്കിൽ നിങ്ങൾ തിരശ്ശീലയൊക്കെ മാറ്റി വന്ന് നിങ്ങളുടെ മുഖം വെളിപ്പെടുത്താനൊക്കെ ഇടയാകട്ടെ. നമ്മൾ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന് 44-ാം വാക്യത്തിലെ നിലത്തിലെ നിധിയെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത്. അതിന്റെ മുഖവരിയായിട്ട് പല കാര്യങ്ങൾ നിധിയെ സംബന്ധിച്ച്, നിക്ഷേപത്തെ സംബന്ധിച്ച്, സമ്പത്തിനെ സംബന്ധിച്ച് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ പറയുന്ന നിരവധി ഭാഗങ്ങൾ നമ്മൾ വായിച്ചു. ഞാൻ വായിച്ച ഭാഗത്തേക്കൊന്നും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. മത്തായി സുവിശേഷകൻ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഉപമയാണ് ഈ നിധിയെ സംബന്ധിച്ചിട്ടുള്ളത്.
അല്ലെങ്കിൽ മറയ്ക്കപ്പെട്ട നിധി എന്ന് പറയുന്നത്. അപ്പം അതിന്റെ ഒരു 3 പ്രത്യേകതയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവന്ന ആ ഭാഗം അവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മറയ്ക്കപ്പെട്ട നിധി. നമുക്കറിയാം ഈ വാക്യപ്പെട്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പം സ്വർഗരാജ്യം മറച്ചു വയ്ക്കപ്പെട്ട നിധി എന്ന് പറയുമ്പോൾ ആ വാക്കിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് അതെല്ലാവർക്കും വെളിപ്പെടുന്നില്ല, അല്ലെങ്കിൽ എല്ലാവർക്കും സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള വെളിപ്പാട് ലഭിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം അത് മറയ്ക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും അതല്ല, കാണാൻ കഴിയുന്ന ഒന്ന് അല്ല. എന്നാൽ ഒരു മനുഷ്യൻ അത് യാദർശികമായിട്ട് എന്ത് ചെയ്തു, തന്റെ കാഴ്ചയിൽ, തന്റെ ദൃഷ്ടിയിൽ ആ സ്വർഗരാജ്യം എന്ന നിധി താൻ കാണുകയും അത് സ്വന്തമാക്കാനായിട്ട് താൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി താൻ ചെയ്ത പരിശ്രമങ്ങളെ കുറിച്ചാണ് നമ്മൾ ആ ഉപമയ്ക്കകത്ത് കാണുന്നത്. ഇപ്പൊ സ്വർഗരാജ്യം മറയ്ക്കപ്പെട്ട നിധി എന്ന് പറയാൻ എന്താണ് കാരണം എന്നുള്ളതാണ് ഞാൻ ഇപ്പൊ പറയുന്നത്. അതെല്ലാവർക്കും വെളിപ്പെടുന്നില്ല എന്നുള്ളത് മറയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എല്ലാവർക്കും വേണ്ടി വെളിപ്പെടപ്പെട്ടതാണ് സുവിശേഷം എങ്കിലും നമുക്കറിയാം 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ പൗലോസ് പറയുന്ന ഒരു ഭാഷാ പ്രയോഗമുണ്ട്. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. ഇങ്ങനെയാണ് വാക്യം നമ്മുടെ വായിക്കുന്നത്. നശിച്ചു പോകുന്നവർക്ക് മാത്രമാണ് മറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നു എങ്കിൽ നശിച്ചു പോകുന്നവർക്ക് മാത്രം എന്ത് ചെയ്യുന്നിരിക്കുന്നു, മറഞ്ഞിരിക്കും. ഇപ്പൊ നിധി എന്ന് പറയുന്നത് മറയ്ക്കപ്പെട്ടിരിക്കുന്നതാണ്. പക്ഷെ ആ നിധി മറയ്ക്കപ്പെട്ടിരിക്കുന്നത് പറഞ്ഞാലും അത് സുവിശേഷവുമായിട്ട് ചേർത്ത് നമ്മൾ ചിന്തിച്ചാല് നശിച്ചു പോകുന്നവർക്ക് മാത്രമേ സുവിശേഷം മറഞ്ഞിരിക്കുന്നുള്ളൂ, അല്ലാത്തവർക്കൊക്കെ അത് വെളിപ്പെട്ടത് തന്നെയാണ്. ഇപ്പൊ ദൈവരാജ്യം നശിച്ചു പോകുന്നവർക്ക് മറയ്ക്കപ്പെട്ടിരിക്കുന്നുണ്ട്, എന്നാൽ നശിക്കാതെ നിത്യജീവൻ പ്രാപിക്കുന്ന എല്ലാവർക്കും ഇത് വെളിപ്പെടപ്പെട്ടത്. സുവിശേഷവും അങ്ങനെ തന്നെയാണ്, ദൈവരാജ്യവും അങ്ങനെ തന്നെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ലോകത്തില് സുവിശേഷം എല്ലായിടത്തും അറിയിക്കുകയും പറയുകയും ഘോഷിക്കുകയും പ്രചരിപ്പിക്കുകയും എത്രയോ ആവർത്തിയൊക്കെ നമ്മൾ പല ആളുകളോടും സുവിശേഷം പങ്കുവയ്ക്കാറ്. പല ആളുകളും അതിനെ റിസീവ് ചെയ്യാറില്ല, അംഗീകരിക്കാറില്ല, അവർ ആ സുവിശേഷ പ്രകാരം ജീവിക്കാൻ സന്നദ്ധരാകാറില്ല. എന്നാൽ എത്രയോ ആളുകൾ നാം പറയുന്ന സുവിശേഷം സ്വീകരിക്കുകയും അവരത് വിശ്വസിക്കുകയും അവരത് അംഗീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളവരൊക്കെ ദൈവസഭയ്ക്കകത്തുണ്ട്, കർത്താവിനെ അംഗീകരിക്കുകയും കർത്താവിനെ വിശ്വസിക്കുകയും ഒക്കെ ചെയ്യും. അപ്പൊ അത് മറയ്ക്കപ്പെട്ട അല്ലെങ്കിൽ നശിച്ചു പോകുന്ന ആളുകൾക്ക് പലപ്പോഴും അത് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ നശിച്ച് പോകാൻ ആഗ്രഹിക്കാത്ത ആളുകൾക്ക് ഇവിടെ അത് നമ്മൾ താഴോട്ട് അടുത്ത പോയിന്റ് വായിക്കുമ്പോൾ ഒന്നുകൂടെ ഞാനത് വിശദീകരിക്കാം, അപ്പൊ അതിന്റെ ഗൗരവം മനസ്സിലാവും. ആ തുടക്കം ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇത് മറയ്ക്കപ്പെടാനുള്ള കാരണം, അല്ലെങ്കിൽ സ്വർഗരാജ്യം മറയ്ക്കപ്പെട്ട ഒരു നിധിയാണെന്ന് പറയാനുള്ള കാരണം അതാ. അപ്പൊ സുവിശേഷം അങ്ങനെയാണ്, നശിച്ചു പോകുന്നവർക്ക് അതെന്താണ്, മറയ്ക്കപ്പെട്ടിരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് പൗലോസ് പറയുന്നല്ലേ, സുവിശേഷം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാകും, രക്ഷിക്കപ്പെടുന്നവർക്ക് എന്താണത്, ദൈവശക്തിയാകും. അപ്പൊ നശിച്ചു പോകുന്നവർക്ക് അത് ഭോഷത്വവും മറയ്ക്കപ്പെട്ടൊക്കെ ഇരിക്കുക, രക്ഷിക്കപ്പെടുന്നവർക്കോ അത് ദൈവശക്തിയാണ്. അവരെ അത് നിത്യതയ്ക്കായിട്ട് എന്ത് ചെയ്യുന്നു, തയ്യാറാക്കുന്ന ഒന്നാണ്. അതവരെ ദൈവമായിട്ട് കൂടുതൽ പഠിപ്പിക്കുകയും സ്ഥാപിക്കുകയും ചെയ്യുന്ന ഒന്നാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഇപ്പൊ സ്വർഗരാജ്യത്തിന്റെ മർമ്മം മനസ്സിലാക്കുന്ന ഒരുവൻ എന്ത് വില നൽകിയും അത് സ്വന്തം എന്നുള്ളതാണ് നിധി കണ്ടെത്തിയ
നമ്മളോട് അയക്കുന്നത് ഇങ്ങനെയാണല്ലോ, സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ച നിധിയോട് സദൃശ്യം. അത് ഒരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. അപ്പൊ സ്വർഗരാജ്യത്തെ കുറിച്ച് അല്ലെങ്കിൽ ദൈവരാജ്യത്തെ കുറിച്ചൊക്കെയുള്ള ആ യാഥാർത്ഥ്യത്തിന്റെ മാഹാത്മ്യം, അതിന്റെ മർമ്മം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ വാക്കിന്റെ അർത്ഥം, മറഞ്ഞിരിക്കുന്നത്, മറയ്ക്കപ്പെട്ടത് എന്ന്. സഭയെ സംബന്ധിച്ച് എഫേസ്യ ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറഞ്ഞു വരുന്നത് സഭ ഒരു മർമ്മമാകുന്നുണ്ട്. കാരണം ഇത് മറഞ്ഞിരുന്നതായിരുന്നു, പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും മറയ്ക്കപ്പെട്ടിരുന്ന ഒന്നാണ് പിന്നെ സഭ എന്ന് പറയുന്നത്. പഴയ നിയമ കാലഘട്ടത്തിലും പൂർവ്വകാലങ്ങളിലും ഒക്കെ അത് മറഞ്ഞിരുന്നു. കാരണം അത് വെളിപ്പെടുത്താതെ അതിന്റെ നിഴലായിരിക്കുന്ന സന്ദർഭങ്ങളും സാഹചര്യങ്ങളും സംഭവങ്ങളൊക്കെ വെളിപ്പെടുത്തിയെങ്കിലും അതിന്റെ പൊരുള് മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അത് ദൈവിക സമയമായപ്പോൾ എന്ത് ചെയ്തു? അത് മറ നീക്കി പുറത്തേക്ക് വന്നു എന്നുള്ളതാണ്. അപ്പം സ്വർഗരാജ്യത്തിന്റെ മർമ്മം മനസ്സിലാക്കുന്ന ഒരുവൻ അത് എന്ത് വില നൽകി? ഇവിടെ നമ്മൾ വായിക്കുന്നത് ആ മനുഷ്യൻ തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ സ്വന്തമാക്കിയ. അതെന്തുകൊണ്ട് അത് തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് അത് സ്വന്തമാക്കാൻ താൻ ശ്രമിക്കാൻ കാരണം ആ സ്വർഗരാജ്യത്തിന്റെ മർമ്മം, അതിന്റെ മാഹാത്മ്യം താന് കാഴ്ചയിലൂടെ തന്നെ ഗ്രഹിച്ചു മനസ്സിലാക്കി. അപ്പം ദൈവസഭയെ കുറിച്ചൊരു ആഴമേറിയ കാഴ്ചപ്പാട് മനുഷ്യർക്കുണ്ടായ എന്ത് വില നൽകിയും അതിനെ സ്വന്തമാക്കാനായിട്ട് മനുഷ്യൻ പരിശ്രമിക്കും. ഇന്ന് ഒട്ടും വില കൽപ്പിക്കാത്ത ഒന്നാണ് ദൈവസഭ എന്ന് പറയുന്നത്, അല്ലെ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മളൊന്ന് മനസ്സിലാക്കി നോക്കിക്കേ. നമ്മൾ ശുശ്രൂഷിക്കുന്ന സഭകളെ തന്നെ നമ്മളൊന്ന് കണ്ണോടിച്ച് നോക്കിക്കേ. ദൈവസഭ എന്ന് പറഞ്ഞാൽ അല്പം പോലും അതിനൊരു മാന്യതയോ അതിനൊരു പ്രഥമ സ്ഥാനമോ അതിനൊരു മുഖ്യസ്ഥാനമോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, നൽകാത്തൊരു സമൂഹമാണ് നമ്മളായിരിക്കുന്നത്, നമ്മൾ ശുശ്രൂഷിക്കുന്ന കാലയളവില്. പിന്നെ നമ്മള് ചില ആളുകളൊക്കെ പറയുന്ന പോലെ ക്ലബിലൊക്കെ പോകുന്നത് പോലെ ഇന്ന് ചർച്ചിൽ വരും. ക്ലബിൽ എങ്ങനെ പോകുന്നു അതേ കാഴ്ചപ്പാടുകളൂടെ സഭയെ വന്ന് ഒരു നേരം പോക്കിന് വേണ്ടിയിട്ടൊക്കെ വന്ന് ഇരുന്നേച്ച് പോകുന്നവരും കേട്ടേച്ച് പോകുന്നവരും. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ അത്യാവശ്യമാണല്ലോ സഭ എന്ന് പറയുമ്പോൾ. കാരണം മക്കളുണ്ടെങ്കിൽ കല്യാണം നടത്തണം, മരിച്ചാല് അവനവന്റെ പറമ്പിൽ അടക്കുന്ന സമ്പ്രദായം ഇല്ലാത്തത് കൊണ്ട് ശവടക്ക് നടത്തണം, അതിന് സെമിത്തേരി ആവശ്യമുണ്ട്. അപ്പം ഇത് രണ്ട് കാര്യങ്ങൾ നടക്കണമെങ്കിൽ എന്ത് വേണം? ഒരു സഭ എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയുമായിട്ടൊക്കെ ചേർന്ന് നിൽക്കണം. അതിനുവേണ്ടി മാത്രം ചേർന്ന് നിൽക്കുന്ന ഒരു സമൂഹം സത്യത്തിൽ ഇന്ന് അത് അങ്ങനെ ഒരു കൺസെപ്റ്റാ, അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്കാണ് ആളുകളുടെ മനോഭാവം മാറിപ്പോയിരിക്കുന്നത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാല് ഇതാണ്, സഭയുടെ മഹാത്മ്യം അവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. പുതിയ നിയമസഭയ്ക്ക് നിഴലായി നിൽക്കുന്ന ഒന്നല്ലേ എപ്പോഴും പഴയ നിയമത്തിലെ സമാഗമന കൂടാരം എന്ന് പറയും, അല്ലെ? ആ പഴയ നിയമത്തിലെ സമാഗമന കൂടാരത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പുറമേ നിന്ന് നോക്കിയാൽ അതിനൊരു ഭംഗിയില്ല. അതിന് ഏറ്റവും മുകളിൽ കിടക്കുന്നത് ഒരു ഭംഗിയില്ലാത്തൊരു കറുത്ത തകശുതോല, കാഴ്ചയിൽ ഒരു ഭംഗിയുമില്ലാത്ത ഒരു തകശുതോലാണ് അതിന്റെ ഏറ്റവും ടോപ്പിൽ എന്ത് ചെയ്തിരിക്കുന്നത്, കിടക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, പുറമേ നിന്ന് നോക്കിയാൽ അതിന് യാതൊരുവിധമായ ഒരു കാഴ്ച ഭംഗിയോ ഒരു ആലങ്കാരികതയോ ഒരു ആകാര ഭംഗിയോ ഒന്നുമില്ല. പക്ഷെ അതിനകത്തേക്ക് പ്രവേശിക്കുന്ന ഒരാൾക്ക് എന്ന് പറയാൻ പ്രാകാരം കഴിഞ്ഞ് ആ പ്രാകാരത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് വിശുദ്ധ സ്ഥലത്തേക്ക് നോക്കുന്ന ഒരാൾക്ക് മാത്രമേ അതിന്റെ മനോഹാരിത കാണാനായിട്ട് കഴിയൂ. കാരണം നമുക്കറിയാം, വിവിധ നൂലുകളെ കൊണ്ട് ചിത്രത്തയ്യൽ പണിയായി നെയ്ത് ഉണ്ടാക്കിയ മറശീലകളൊക്കെ അതിനകത്ത് മറച്ചിരിക്കുന്നു. കെരൂബുകളാൽ അലങ്കൃതമായിരിക്കുന്ന മറശീലകളാണ് തൂക്കിയിട്ടിരിക്കുന്നത്. അത് വളരെ മനോഹാരിതയാണ് ഇതിനകത്തേക്ക് പ്രവേശിക്കുന്ന ഒരാൾക്ക്. പുറത്തുനിന്ന് നോക്കിയാൽ എന്താണ്, നമ്മൾ വിറകൊക്കെ 4 കാല് വലിച്ചു കെട്ടി വെച്ച അല്ലെങ്കിൽ 4 കമ്പേല് വിറക് അടിയിൽ അടുക്കി വെച്ച മേലെ ഒരു കറുത്ത ടാർപ്പായിട്ട് മൂടുന്നത് പോലെയുള്ള ഭംഗിയാണ് പുറമേ നിന്ന് നോക്കിയാൽ. പക്ഷെ അകത്ത് പ്രവേശിക്കുന്ന ഒരാൾക്ക് മാത്രമേ അതിന്റെ മനോഹാരിത കാണുവാനായിട്ട് കഴിയൂ. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, സൈനികന്റെ ഹോവേ തിരുനിവാസം എത്ര മനോഹരം.
എന്റെ ഉള്ള യഹോവയുടെ പ്രാകാരങ്ങൾ എന്ത് ചെയ്യുന്നു? വാഞ്ചിച്ച് മോഹിച്ചു പോകും. നമുക്കൊരു ഉദാഹരണം കാണാൻ കഴിയത്തല്ലേ? കർത്താവും 3 ശിഷ്യന്മാരും ഇരിക്കുന്ന മല അല്ലെ, മറുരൂപ മല എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന അവിടെ കർത്താവ് ഒന്ന് തേജസ്കരിക്കപ്പെട്ടപ്പോൾ ശിഷ്യന്മാർക്ക് ആ സ്ഥലം വിട്ടുപോകാൻ താല്പര്യമില്ലാതായി. പത്രോസ് പറയുകയാണ്, കർത്താവെ, ഞാൻ വേഗത്തിൽ 3 കുടിൽ എന്ത് ചെയ്യാം? ഉണ്ടാക്കാം. കാരണം അവരുടെ തൊഴിൽ അതാണല്ലോ, അതുകൊണ്ട് അവർക്കതറിയാം. ഞങ്ങൾ വേഗത്തിൽ 3 ടെന്റ് ഉണ്ടാക്കാം, നമുക്ക് ഇവിടെ ആയിരിക്കാം. ഇവിടെ നിന്ന് നമുക്ക് താഴോട്ട് എന്ത് ചെയ്യണ്ട, ഇറങ്ങി പോകണ്ട. കാരണം ഈ മനോഹാരിത താഴെ ഇല്ല. യെരൂശലേം ദേവാലയത്തിൽ കയറിയാലും ഇല്ല. പക്ഷെ കർത്താവ് മരുരുവ മലയിൽ ഭൂമിയിലെ ഒരു അലക്കുകാരനെയും കൊണ്ട് അലക്കി വെളുപ്പിക്കുവാൻ കഴിയാത്ത വിധത്തിൽ തേജോമയനായി കർത്താവിന്റെ വസ്ത്രം വെട്ടിത്തിളങ്ങുന്ന ഒരു സാഹചര്യം, തന്റെ മുഖം സൂര്യനെ പോലെ ശോഭിക്കുന്ന ഒരു സാഹചര്യം ശിഷ്യന്മാരുടെ കണ്ണുകളിൽ പതിഞ്ഞപ്പോൾ പത്രോസ് ആവശ്യപ്പെടുക, നമുക്ക് ഇവിടുന്ന് പോകണ്ട, ഇവിടെ ഇരിക്കാം, ഇതാണ് ഏറ്റവും മനോഹാരിതയേറിയ ഇടം. ആ കർത്താവിന്റെ യഥാർത്ഥ ദൈവസാന്നിധ്യം അവർക്ക് മനസ്സിലായപ്പോൾ അവിടെ അങ്ങ് ഇരിക്കാം, അവിടുന്ന് പോകണ്ട എന്നുള്ളൊരു കൺസെപ്റ്റാണ് ആർക്ക് വരുന്നത്? പത്രോസിന്, ശിഷ്യന്മാർക്കും ഉണ്ടാകും. അപ്പം ഞാൻ പറഞ്ഞതിന്റെ സാരാംശം എന്ന് പറയുന്നത്, ദേവാലയം എന്ന് പറയുന്നത് പുറമേ നിന്ന് നോക്കിയാൽ ഒരു ഭംഗിയുമില്ല. പക്ഷെ അതിനകത്ത് വന്നതിന്റെ മാധുര്യം നന്നായി അനുഭവിക്കുന്ന ഒരാൾക്കും, അത് നമ്മൾ പ്രത്യേകിച്ച് ഈ പഴയ നിയമമൊക്കെ സങ്കീർത്തനമൊക്കെ നമ്മൾ വായിച്ചാല് ഈ ദേശത്തിന്റെ നന്മ എന്ന് പറയുന്നത് പോലെ തന്നെ ആലയത്തിലെ നന്മ എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. ആലയത്തിനകത്ത് എന്തുണ്ട്? നന്മയുണ്ട്. അത് ദൈവ സാന്നിധ്യം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഇടമാണ് ആലയം എന്ന് പറയുന്നത്. അത് ഏറ്റവും വലിയ നന്മ. 2, ദൈവ ശബ്ദം കേൾക്കുന്ന ഇടമാണ് ആലയം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ശബ്ദം ശ്രവിക്കുക, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുക എന്ന് പറയുന്നതിനോളം വേറെ നന്മയെന്നുണ്ട്. പിന്നെ അവിടെ കഴിക്കാനുള്ളതൊക്കെ ഉണ്ട്. യാഗപീഠത്തിലെ യാഗവും ആരാധനയും മാംസവും പിന്നെ ഭക്ഷണ സാധനങ്ങളും ഒക്കെ അവിടെ വരുന്നുണ്ടല്ലോ. അതൊക്കെ കാഴ്ചയപ്പത്തിന്റെ മേശയിൽ മേശപ്പുറത്ത് അപ്പമുണ്ട്. അത് മാനുഷികമായ വിശപ്പിന് വേണ്ടുന്നൊക്കെ അതിനകത്തുണ്ട്. പക്ഷെ അതിനേക്കാൾ അപ്പുറമായിട്ടുള്ള നന്മ എന്ന് പറയുന്നത്, അതിനേക്കാൾ അപ്പുറമായ മനോഹാരിത എന്ന് പറയുന്നത് ദൈവസാന്നിധ്യത്തിന്റെ മനോഹാരിതയാണ്. നിസാരം നമുക്കറിയാം, മോശ ഒന്ന് ദൈവത്തോടു കൂടെ ആയിരുന്ന സന്ദർഭത്തിൽ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ജനത്തിന് മോശയുടെ മുഖം ഫേസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. കാരണം മോശയുടെ ത്വക്ക് പ്രകാശിച്ചു, മുഖം വെട്ടി മിന്നാൻ തുടങ്ങി. ജനം ആവശ്യപ്പെടുകയാണ്, നീ എന്ത് ചെയ്യാ, നിന്റെ മുഖം മറയ്ക്കാൻ പറഞ്ഞു. കാരണം ഞങ്ങൾക്ക് അത് നോക്കി നിൽക്കാനായിട്ടുള്ള എന്ന് പറയാ അതിനുള്ള കഴിവില്ല. മൂടുപട വിട്ട് നിന്റെ മുഖത്തെ മറച്ചു കളയാനായിട്ട് ജനം ആവശ്യപ്പെടുക. കാരണം എന്താ? മോശ ആ ഒരു നിലവാരത്തിൽ സാന്നിധ്യം കൂടുതൽ താന് ചില ദീർഘദിവസങ്ങൾ അനുഭവിച്ചറിഞ്ഞപ്പോൾ മോശയുടെ ശരീരത്തിന് പോലും പ്രത്യേകത ഉണ്ടായി. അപ്പം ആലയം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുക, പുറമേ നിന്ന് കണ്ടാൽ ശരിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ബന്ധക്കോസ് ആരാധനാലയം എന്നൊക്കെ പറയുമ്പോൾ പുറമേ നിന്ന് നോക്കിയാൽ വാടക വീടായിരിക്കാം, ഒരു കൊച്ചു റൂമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഷെഡ് ആയിരിക്കാം. നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, വളരെ കീറിപ്പറഞ്ഞ ഷെഡിനകത്തും ഓലമേഞ്ഞ ഷെഡിനകത്തൊക്കെ ആയിരിക്കും ആരാധന. പക്ഷെ പുറമേ നിന്ന് നോക്കിയാൽ ഒരു ഭംഗിയൊന്നും കാണുന്നില്ല. പക്ഷെ അതിനകത്ത് വന്ന് ദൈവസാന്നിധ്യത്തിന്റെ ആ നിഴലിനകത്ത് ഇരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ബാഹ്യമായ ആലയത്തിന്റെ ഭംഗിയില്ലായ്മയൊന്നും അവരെ സംബന്ധിച്ച് വിഷയമല്ല. ദൈവത്തിന്റെ ഷെക്കേന, ദൈവത്തിന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരാൾക്ക് അത് ജീവിതത്തിൽ എപ്പോഴും